ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഐനൂസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. നമ്മൾ ഏത്തപ്പഴം ഇങ്ങനെ കൊടുക്കുമ്പോഴല്ലേ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ മടിയുള്ളത്. ഇനി നമുക്കിത് ഇതിന് ഇങ്ങനെ ഒന്ന് കൊടുത്ത് നോക്കിയാലോ. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ബനാന ലോഫ് കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോയി നോക്കാം. ഇനി നമുക്കിതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മെഷർ ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മെഷർമെൻറ്റ് എപ്പോഴും കറക്റ്റ് ആയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കേക്ക് ഫ്ലോപ്പായി പോവും. അതിനുശേഷം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുമേ. അപ്പം നമുക്കിനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 തവണ അരിച്ചിട്ട് മിക്സാക്കി എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ 1 തവണ അരിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം സെറ്റായിട്ട് തന്നെ വരും. ഇനി നമുക്ക് എടുക്കേണ്ടത് ഏത്തപ്പഴമാണ്. നല്ല പഴുത്ത പഴമാണെങ്കിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഇരുന്ന് പോകുന്ന നല്ല പഴുത്ത പഴങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണ്ട ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇത് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ബാക്കി നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളൊരു 4 മുട്ടയാണ് എടുക്കുന്നത്. 4 മുട്ട എടുത്ത് പൊട്ടിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് തോടോ കാര്യങ്ങളോ ഒന്നും വീഴാൻ പാടില്ല. അതുപോലെ തന്നെ എടുക്കുന്ന ബൗളും സ്പൂണും എല്ലാം തന്നെ നമ്മൾ ഒട്ടും വെള്ളമില്ല എന്ന് ഉറപ്പാക്കിയിട്ട് വേണം എടുക്കാൻ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ ഹാൻഡ് വിസ്ക് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫോർക്ക് യൂസ് ചെയ്തിട്ടോ ഒക്കെ ബീറ്റ് ചെയ്തെടുക്കാം. പക്ഷേ ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് എളുപ്പത്തിൽ നമുക്ക് ബീറ്റാക്കി എടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. മുട്ട ബീറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയാൽ മാത്രമേ നമ്മുടെ കേക്കിന് മുട്ടയുടെ സ്മെല്ലും അതുപോലെ തന്നെ നമ്മുടെ കേക്കിന് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പം നല്ല രീതിയിൽ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പതഞ്ഞ് വരുമ്പോഴത്തേനും നമ്മൾ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് പഞ്ചസാര പൊടിയായത് 1 കപ്പാണ്. അപ്പം നിങ്ങൾ പഞ്ചസാര ഗ്രാനുൾസ് ആയിട്ട് ചേർത്ത് കൊടുക്കാതിരിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങനെയാണ് ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ എസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വിടുക കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വീണ്ടും ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം. സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരുപാടിട്ട് ബീറ്റ് ചെയ്യരുത്. ഒരു ലോ സ്പീഡിൽ 10 സെക്കൻഡ് മാത്രം ബീറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഒരു ബനാന പൾപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാമേ. ഒരുപാട് മിക്സ് ആക്കല്ല, ഒരുപാട് ബീറ്റ് ചെയ്യരുത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കിയതിന് ശേഷം അങ്ങ് ഓഫ് ചെയ്ത് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഓവനാണ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുന്നത്. 150 ഡിഗ്രി സെൽഷ്യസിൽ ബേക്കിംഗ് മോഡിൽ 10 മിനിറ്റാണ് നമ്മൾ പ്രീഹീറ്റിന് വെക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ സമയം നിങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ ഓവൻ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഏത് പാത്രമാണോ എടുക്കുന്നത് ആ ഒരു പാത്രം നിങ്ങൾ ഒരു 10 മിനിറ്റ് മുന്നേ തന്നെ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കണം. ഇനി നമ്മൾ ഇത് 2-3 തവണയായിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ കറക്റ്റായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് ചോക്കോ ചിപ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് പകരമായിട്ട് ചോക്കോ ചിപ്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വിനെഗറാണ്. 1 ടീസ്പൂൺ വിനെഗറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് ഓവർ മിക്സിങ് പാടില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബാറ്റർ എപ്പോഴും നല്ല തിക്കായിട്ടിരിക്കണം കേട്ടോ. തിക്കായിട്ടിരുന്നാൽ മാത്രമേ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ നല്ല ലോഫ് പാൻ നല്ല സൺഫ്ലവറൊക്കെ റെഡിയാക്കി സെറ്റ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് നിങ്ങൾ ബേക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാവുള്ളൂ. എന്നാലേ ഇതിനിടയിലുള്ള എയർ ബബിൾസും കാര്യങ്ങളൊക്കെ പോയി കിട്ടത്തുള്ളൂ. ഇനി കുറച്ച് ചോക്കോ ചിപ്സിന് മുകളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ചെയ്യാമേ. ഇനി നമുക്ക് ജസ്റ്റ് ടാപ്പ് ചെയ്താണ്. ഇനി നമുക്ക് ടാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഓവൻ പ്രീഹീറ്റഡ് ആയി കഴിയുമ്പോഴത്തേനും നമുക്കിത് നമ്മുടെ ഓവനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 40, 45, 50 മിനിറ്റിനനുസരിച്ച് ഡിപ്പെൻസ് ഓരോ ഓവനെ അനുസരിച്ചിട്ടായിരിക്കും. അപ്പം ഞാനിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 45 മിനിറ്റോളം ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് നമ്മുടെ കേക്ക് ബേക്കായി കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഒരുപാട് ചിലവൊന്നും ഇതിൽ വരാനില്ല.
നമ്മുടെ വീട്ടിലുള്ള ഓവനും ബീറ്ററും ഇല്ലെങ്കിൽ അതനുസരിച്ച് നമുക്ക് ചെയ്യാം, മിക്സിയിൽ ചെയ്തെടുക്കാം. അപ്പം അതൊന്നും നമുക്ക് ഇത് ചെയ്യാതിരിക്കാനുള്ള ഒരു ഓപ്ഷൻ അല്ല കേട്ടോ. അപ്പം ആ രീതിയിലൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ബനാന ലോഫ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നിങ്ങൾക്കിത് കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് മനസ്സിലാവും. നമ്മൾ ബേക്ക് ചെയ്ത് ഇറക്കി വയ്ക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ ചെറിയൊരു നമ്മൾ നല്ല സോഫ്റ്റ്നെസ് നമുക്ക് തോന്നത്തില്ല. ഇത് ഇരുന്ന് തണുത്ത് നല്ല സെറ്റ് ആകുമ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റിയിട്ട് ഒന്ന് പ്ലേറ്റിലോട്ട് വെച്ച് കാണിച്ചു തരാം ഞാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വെക്കേഷൻ ടൈമാണ്, നിങ്ങൾക്കറിയാമല്ലോ ഇതുപോലത്തെ കേക്ക്സൊക്കെ നമ്മൾ ഷോപ്പിൽ നിന്ന് എത്ര രൂപ കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത്. അതും നമുക്ക് ഒരു ചെറിയ ചെറിയ പീസസ് ആയിട്ടുള്ള കുറച്ച് ക്വാണ്ടിറ്റിയെ കാണത്തുള്ളൂ അല്ലേ. അപ്പം നമ്മളിത് റെഡിയാക്കി കൊടുക്കാമെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കും ഭയങ്കര സന്തോഷമായിരിക്കും, നമുക്ക് വിശ്വാസത്തോടെ കൊടുക്കാനും പറ്റുമല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുന്നതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് ഞാൻ ഇത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ലേ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, ഒട്ടും മിസ്സാക്കണ്ട. അതുപോലെ തന്നെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാനും മറന്നുപോകല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ.